അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കേക്കാട്ട് ഉണ്ടാക്കാൻ പോണത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാനില സ്പഞ്ച് കേക്കാട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനു മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിലാട്ടോ ഞാൻ കേക്ക് വേവിച്ചെടുക്കാൻ പോണത്. ഇനി ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമല്ലോ, കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ അടിയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള ഓയിൽ അതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും ആവരുത് കേട്ടോ, ആ നടുഭാഗത്ത് മാത്രമായിട്ട് തേച്ച് കൊടുക്കുക. സൈഡിൽ കൂടെ ആയാൽ നമ്മൾ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായി പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു A4 പേപ്പർ കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ A4 പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ ബട്ടർ പേപ്പറൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെയല്ലല്ലോ, നമുക്ക് കൊതിയാവുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു A4 പേപ്പർ ഇട്ടിട്ട് ചെയ്താലും മതി. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓയിൽ അടിയിൽ തേച്ച് കൊടുത്താൽ മതി, എന്നാലും കേക്ക് വിട്ടുപോരും. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു അരിപ്പ വെച്ചിട്ടാണ് ഞാൻ പൊടികളൊക്കെ അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോൻ്റെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് മൈദ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കണില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ബീറ്ററും ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ നമ്മൾ മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 4 മുട്ട എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ആദ്യം തന്നെ പൊടിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പഞ്ചസാര മുട്ട ഒന്നിച്ചിട്ട് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കാനില്ല, ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ആവണത് വരെ ഇത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ, ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നൂലേ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ മുട്ടൻ്റെ മിക്സ് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആകെ കുത്തിയിളക്കി തിരിച്ചു മറിച്ചൊന്നും ഇളക്കി കൊടുക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾ പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ചെടുത്ത സമയത്ത് ഈ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയായിരുന്നു. ഞാനപ്പോൾ ചേർത്ത് കൊടുക്കാൻ മറന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ കേക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രം ഏതാണ് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യൂല, അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാട്ടോ കേക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ, ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മളെ കേക്ക് ടിന്ന് വെച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചെടുത്തിട്ടുള്ള കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുക കേട്ടോ, കൈയൊക്കെ പൊള്ളാതെ നോക്കണം. അപ്പോൾ അതൊക്കെ ഇനി ഞാനിത് ഒരടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു 45 മിനിറ്റ്. അപ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ അതാ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ. ഇപ്പോൾ കണ്ടില്ല നമ്മളെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കേക്കിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് പപ്പടം പൊരിച്ചെടുക്കുന്ന കോലാട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കുത്തി നോക്കിയിട്ട് ഇതിന്മേൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ കേക്കിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ടിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ചൂട് മുഴുവനായിട്ടും പോയിട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ തിരക്കൂട്ട് കേട്ടോ. എൻ്റെ കയ്യിൻ്റെ ചോട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ചൂടാറാനൊന്നും അവർ വെയിറ്റ് ചെയ്യണില്ല. അപ്പോൾ ഞാനും പെട്ടെന്ന് തന്നെ ഇത് ഡീമോൾഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ഐസിങ് നൈഫ് കൊണ്ട് കേട്ടത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഒരു കത്തി വെച്ചിട്ടൊക്കെ കുത്തി കൊടുത്താൽ മതിയിട്ടതുപോലെ. അപ്പോൾ സൈഡൊക്കെ നല്ലതുപോലെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കേക്ക് ടിന്ന് കമഴ്ത്തി വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല നമ്മളെ കേക്ക് ഇതിൽ നിന്ന് നല്ലതുപോലെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ 2-3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിത് വൈകുന്നേരം കുട്ടികൾക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ ചെയ്യണത്. അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.